എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ്. ഇതിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ട് കോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. എക്സാം ടൈമിലൊക്കെ കുട്ടികൾക്ക് ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒക്കെ കാണാറുണ്ട്. പിന്നെ വേറൊരു കോസാണ് വീക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റം. അതുപോലെ തന്നെ പുവർ ഗട്ട് ഹെൽത്ത്, പുവർ ഡയറ്റ്, സ്റ്റിറോയിഡ്സ് ഒരുപാട് കാലമായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഇത് കാണാറുണ്ട്. ഡെർമറ്റൈറ്റിസ് പല ടൈപ്സും ഉണ്ട്. ഡിറ്റർജന്റ് സോപ്പൊക്കെ തട്ടിയിട്ട് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തലയോട്ടിയിലും ഐബ്രോസിലും അതുപോലെ അപ്പർ ലിപ്പിലൊക്കെ ഡാൻഡ്രഫ് കൂടി നിൽക്കുന്ന പോലെ ചിലവർക്ക് അങ്ങനെ ഇച്ചിങ് ഒക്കെ കാണാറുണ്ട്. അതിനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. സൺ എക്സ്പോഷർ തട്ടിയാലൊക്കെ ചിലവർക്ക് ചൊറിഞ്ഞു പൊന്താറുണ്ട്. അതിനെ ഫോട്ടോസെൻസിറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ അട്രോഫിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ കുമിളകളായി പൊന്തിയിട്ട് അത് ചൊറിഞ്ഞിട്ട് അത് പൊട്ടും, എന്നിട്ട് റെഡ് കളറായി നിൽക്കും. ഇത് കുറച്ച് കഴിഞ്ഞാൽ തിക്കായിട്ട് ബ്ലാക്കിഷ് കളറായിട്ട് സ്കിന്നിൽ ഫോം ചെയ്യാറുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ട്രീറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക, ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് എടുക്കുക, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക. അത് എക്സ്റ്റേണലും ഇന്റേണലും കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ട്. മെയിനായിട്ട് ഓയിലി ഫുഡ്സ്, സ്വീറ്റ്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ റെഡ് മീറ്റ് എടുക്കുന്നവർക്ക് ചിലവർക്ക് ഇച്ചിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. യുനാനിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.